നൈസ് തേങ്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഒരു കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ ക്രോധ്, ദേഷ്യം വരുത്തിവെച്ച വിനയെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു കഥയാണ് ഇന്ന് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. ക്രോധ്, ദേഷ്യം. एक गाँव में एक किसान रहता था. उसने अपने खेत में खीरे ककड़ी उगा रखे थे. लेकिन एक सियार रात में आकर उन्हें खराब कर जाता था. परेशान होकर किसान ने एक दिन जाल बिछा दिया. उसी रात सियार उसमें फंस गया. किसान ने उसे खूब पीटा. सियार ने रोते चिल्लाते हुए कहा, हे किसान देवता, मुझे क्षमा कर दो. मैं अब कभी आपको कष्ट नहीं पहुंचाऊंगा. നോക്കൂ കൂട്ടുകാരെ, ഏക് ഗാവ് മേ ഏക് കിസാൻ രഹതാ ഥാ. ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ താമസിച്ചിരുന്നു. ഉസ്നെ, അദ്ദേഹം, അപ്പനെ ഖേത് മേ, തൻ്റെ വയലിൽ കൃഷിസ്ഥലത്ത്, ഖീരെ കക്കടി ഉഗാ രഖേ ഥേ, വെള്ളരി കൃഷി ചെയ്തിരുന്നു. ലേക്കിൻ, പക്ഷേ, ഏക് സിയാർ, ഒരു കുറുക്കൻ, രാത് മേ ആക്കർ, രാത്രിയിൽ വന്നിട്ട്, ഉനെ ഖരാബ് കർ ജാതാ ഥാ, ആ പാടത്തുള്ളതെല്ലാം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഖരാബ് ജാതാ ഥാ. ഖരാബ് കർ ജാന, നശിപ്പിക്കുക, വെള്ളരിയൊക്കെ നശിപ്പിക്കുമായിരുന്നു. പരേശാൻ ഹോക്കർ കിസാൻ നെ ഏക് ദിൻ ജാൽ ബിഛാ ദിയ. ഒടുവിൽ എന്ത് ചെയ്തു നമ്മുടെ കൃഷിക്കാരൻ? ഒരു കെണി ഒരുക്കി നമ്മുടെ കുറുക്കനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഉസി രാത് സിയാർ ഉസ്മേ ഫംസ് ഗയ. അന്ന് രാത്രിയിൽ ആ കുറുക്കൻ ആ കെണിക്കകത്ത് അകപ്പെട്ടു. കിസാനെ ഉസെ ഖൂബ് പീഠ. ദേഷ്യം തോന്നിയ കൃഷിക്കാരൻ എന്ത് ചെയ്തു? കുറുക്കനെ നന്നായി തല്ലി. സിയാറിനെ രോത്തെ ചില്ലാത്തെ ഹൊയ്യെ കഹ. നിലവിളിച്ചുകൊണ്ട് നമ്മുടെ കുറുക്കൻ പറഞ്ഞു, ഹേ കിസാൻ ദേവത, അല്ലയോ കൃഷിക്കാരൻ ഭഗവാനെ, മുझे ക്ഷമ കർ ദോ, എന്നോട് ക്ഷമിച്ചാലും, മേ അബ് കഫി ആപ്കോ കഷ് നഹീ പഹുഞ്ചാവുക, ഇനി ഞാൻ ഒരിക്കലും അങ്ങേക്ക് ഒരു നഷ്ടവും വരുത്തില്ല, എന്നോട് ദയവ് ചെയ്ത് എന്നോടൊന്ന് ക്ഷമിക്കൂ. പക്ഷേ നമ്മുടെ കൃഷിക്കാരൻ എന്താ ചെയ്തതെന്ന് അറിയണ്ടേ? किसान का गुस्सा और फिर बढ़ गया. उसने सियार को एक खूंटे से बांध दिया. फिर सियार की पूंछ पर बहुत सा कपड़ा लपेटकर आग लगा दी. सियार घबरा गया. वह रस्सी छुड़ाकर भाग निकला. वह अपने पूंछ की आग बुझाने के लिए घास के एक ढेर में घुस गया. थोड़ी देर में आग चारों ओर फैल गई. किसान का सारा खेत भी इनकी चपेट में आ गया और जलकर राख हो गया. നോക്കൂ കൂട്ടുകാരെ, എന്താ സംഭവിച്ചത്? കിസാൻ കാ ഗുസ്സ ഓർ ഫി ബഡ് ഗയ. നമ്മുടെ കൃഷിക്കാരൻ്റെ ദേഷ്യം ഒന്നുകൂടി വർദ്ധിച്ചു. എൻ്റെ പാടം മുഴുവൻ നശിപ്പിച്ചിട്ട് എന്നോട് ക്ഷമ ചോദിക്കുന്നു അല്ലേ? കൃഷിക്കാരന് ദേഷ്യം അടക്കാനായില്ല. ഉസ്നെ സിയാർക്കോ എക് ഖൂട്ടെ സെ ബാന്തിയ. നമ്മുടെ കൃഷിക്കാരൻ കുറുക്കനെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടു. ബാന്തിയ, ബന്ധിപ്പിച്ചു. ഫിർ, അതിനുശേഷം, സിയാർ കി പൂച്ച് പ ബഹുത് സാ കപ്പട ലപേട്കർ ആഗ് ലഗാതി. നോക്കൂ, നമ്മുടെ കുറുക്കൻ്റെ വാലിൽ കുറേ തുണി ചുറ്റിക്കെട്ടിയതിന് ശേഷം ആഗ് തീ കത്തിച്ചു. പാവം അല്ലേ? സിയാർ ധബരാഗയ. സിയാറിന് വേദനിക്കാൻ തുടങ്ങി, വെപ്രാളം കാണിച്ചു. വരസി ചുടാക്കർ ഫാഗ് നികല. കയറ് പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ കുറുക്കൻ എന്ത് ചെയ്തു? ഓടി. വഹ അപ്പനെ പൂച്ച് കി ആഗ് ബുझाने के लिए घास के एक ढेर में घुस गया. ഈ വാലിലെ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് കർഷകൻ കൂട്ടിയിരുന്ന പുല്ലിലേക്ക് എന്ത് ചെയ്തു? വാലുകൊണ്ട് അടിച്ചു. എങ്ങനെയെങ്കിലും തീ അണച്ചാൽ മതി. കുറുക്കൻ അതായിരുന്നു ചിന്ത. थोड़ी देर में आग चारों ओर फैल गई. നോക്കൂ, പുല്ലിലേക്ക് തീ ചെന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ
കുറുക്കൻ വാലിലെ തീ അണയ്ക്കാനായിട്ട് പുല്ലിനിടയ്ക്കാ ചെന്ന് കയറിയത്. അവിടെ മുഴുവൻ ആ 4 വാർഡും തീ ആളിക്കത്തി. किसान का सारा खेत भी इनकी चपेट में आ गया और जलकर राख हो गया. കൃഷിക്കാരൻ്റെ മുഴുവൻ സമ്പാദ്യവും അല്ലെങ്കിൽ കൃഷി മുഴുവൻ എന്ത് ചെയ്തു? ആ തീക്ക് ഇരയായി, അഗ്നിക്ക് ഇരയായി. किसान सिर पीट कर रह गया. उसे अपने आप पर चुचलाहट हो रही थी. उसे समझ आ रहा था कि मेरे गुस्से ने मेरा सर्वनाश कर दिया. क्रोध ने मेरे सोचने की शक्ति को नष्ट कर दी थी. നോക്കൂ കൂട്ടുകാരെ, എന്താണ് നമ്മുടെ കൃഷിക്കാരൻ്റെ കോപം വരുത്തി വെച്ച വിനയാണ് ഇതൊക്കെ അല്ലേ? കിസാൻ സിർ പീട് കർ രഹ ഗയ. കൃഷിക്കാരൻ തല തല്ലിക്കഴിഞ്ഞു. ഉസേ അപ്പനെ അപ്പർ ചുചലാഹട്ട് ഹോ രഹി ഥി. കൃഷിക്കാരന് തന്നോട് തന്നെ കോപം തോന്നി, ദേഷ്യം തോന്നി. ഉസേ സമജ് ആ രഹാ ഥാ കി, അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. മേരെ ഗുസേനെ, എൻ്റെ ദേഷ്യമാണ്, മേരാ സർവനാശ് കർ ദിയ, എൻ്റെ ദേഷ്യമാണ് എൻ്റെ സർവനാശത്തിനും കാരണം. ക്രോധനെ മേരെ സോച്ചനെ കി ശക്തി കോ നഷ്ട് കർ ദി ഥി. ക്രോധം, ദേഷ്യം എൻ്റെ ചിന്താശക്തിയെപ്പോലും നശിപ്പിച്ചു കളഞ്ഞു. കണ്ടോ കൂട്ടരെ? അപ്പോൾ ക്രോധം വളരെ നാശം സൃഷ്ടിക്കും. നമുക്ക് വേണ്ടത് ക്ഷമയാണ്, ദേഷ്യമല്ല. അപ്പോൾ വരുന്ന ദേഷ്യത്തെ അടക്കാൻ ശീലിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ കഥ? ഇഷ്ടമായോ എല്ലാവർക്കും? കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.